പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊരു വർക്ക്ഷീറ്റാണിത്. വർക്ക്ഷീറ്റ് നമ്പർ 39. ഇതിൽ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. കൂട്ടിച്ചേർക്കാം. ത്രികോണത്തിലുള്ള കൂടുതൽ വസ്തുക്കൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ത്രികോണവുമായി ബന്ധപ്പെട്ട് പഠിച്ചപ്പോൾ ത്രികോണത്തിലുള്ള വിവിധങ്ങളായ വസ്തുക്കൾ എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിലേക്ക് നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളതാണ്. ത്രികോണത്തിലുള്ള രൂപങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ, വസ്തുക്കൾ എന്ന് എഴുതിയിട്ട് ഇതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് അതിലേക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. ഇനി പ്രവർത്തനം 2 നോക്കാം. പ്രവർത്തനം 2, കണ്ടെത്താമോ? ചിത്രത്തിൽ എത്ര ത്രികോണങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്? ഇവിടെ ഒരു ചിത്രം കാണാം നിങ്ങൾക്ക്. ഇതിൽ ഒരുപാട് ത്രികോണങ്ങൾ കാണാം. കണ്ടോ? 1, 2, 3, 4, ഇങ്ങനെ ഒരുപാടെണ്ണം, 5, ഇങ്ങനെ ഒരുപാട് ത്രികോണങ്ങൾ ഈ ഒരു ചിത്രത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. എത്ര ത്രികോണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്ന ഈ ഒരു ചിത്രത്തിൽ നിന്ന് എത്ര ത്രികോണങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ചിത്രം നോട്ട് പുസ്തകത്തിൽ വരയ്ക്കുക. എന്നിട്ട് ചിത്രത്തിൽ എത്ര ത്രികോണങ്ങൾ എന്ന് എഴുതിയിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. ഇനി പ്രവർത്തനം 3, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 53 പ്രവർത്തനമാണ്. വരക്കാം, നിറം നൽകാം. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നോട്ട് പുസ്തകത്തിൽ വേണമെങ്കിൽ വരച്ചിട്ട് നിറം നൽകാം. അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ മനോഹരമായിട്ട് നിറം നൽകുക. ഓക്കെ. ഇനി പ്രവർത്തനം 4, ഇതും ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 54 പ്രവർത്തനമാണ്. നിറം കൊടുത്ത് ഭംഗിയാക്കാം. ത്രികോണങ്ങൾ ചേർത്ത് വെച്ച് പല രൂപങ്ങൾ ഉണ്ടാക്കുകയും വരയ്ക്കുകയും ചെയ്യാം എന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഇതുപോലെ നിങ്ങൾക്ക് രൂപങ്ങൾ വേണമെങ്കിൽ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രത്തിന് നിറം നൽകുക. ഓക്കെ. ഇനി 5ാമത്തെ പ്രവർത്തനമാണ്. ഇത് നമ്മൾ A4 പേപ്പറിലാണ് ചെയ്യേണ്ടത്. നോട്ട് പുസ്തകത്തിൽ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മളെ നോട്ട് പുസ്തകത്തിൽ എന്ത് ചെയ്യും? വൃത്തികേടായി മാറും. തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് ത്രികോണ രൂപങ്ങൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ തീപ്പെട്ടി കമ്പുകളോ അല്ലെങ്കിൽ ഈർക്കിൾ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് പശയൊക്കെ തേച്ച്, ഇന്ന് ടീച്ചർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ക്ലാസ് കണ്ടവർക്കറിയാം. അപ്പോൾ അതെന്ത് ചെയ്യുക? പശയൊക്കെ തേച്ച് വൃത്തിയായി ഒട്ടിച്ച് ഇതുപോലുള്ള ത്രികോണ രൂപങ്ങൾ A4 പേപ്പറിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അതൊക്കെ ഉണ്ടാക്കിയിട്ട് അയച്ചു തരിക. ഓക്കെ.